ഫൈബറിൻ്റെ ക്വാളിറ്റിയാണ് ഗൈസ് അപ്പോൾ ഇങ്ങനെ അടിച്ച് ചപ്പിച്ച് കാണിച്ചു തന്നത്. ഹലോ വാട്സപ്പ് ഗൈസ്, അപ്പം എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു സ്വിച്ച് സെറ്റാണ്. ഇതെൻ്റെ ഫ്രണ്ട് ചെന്നൈയിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലത്തേക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനമാണ്. അപ്പോൾ അതിന് പുറമെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കാണിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ. അപ്പം ഇത്രയും ക്യാൻസ് ഇപ്പോൾ നമ്മൾ അവൈലബിൾ ആണ്. ഇപ്പോൾ എത്ര പീസ് വന്നിട്ട് 2, 4, 6, 8, 10 ക്യാൻസ് ഉണ്ട്. ക്യാൻസ് മീൻസ് നമ്മൾ ഹൈഡ്രോളിക്കിൻ്റെ ഫ്ലൂയിഡ് ക്യാൻ മാത്രമാണ്. അതായത് ഞാൻ മുമ്പ് ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ വയ്ക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മാറ്റിയതാണ്. സാധനം കാണിച്ചു തരാം. ഇതാണ് ആ ഡെമോ ക്യാൻ. അതായത് ഈ സെയിം മെത്തേഡിലാണ് നമ്മൾ മിറർ ഹോൾഡിൽ നിന്ന് വയ്ക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ താഴെയായിട്ട്, അതായത് ഇപ്പോൾ V3 MT അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ക്യാനിൻ്റെ അകത്താണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരെണ്ണം എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് അതിന് പകരം ഇത് വയ്ക്കണം. അങ്ങനെ കുറച്ച് സംഭവമുണ്ട്. അപ്പം ഇതിൻ്റെ 10 പീസ് ഇപ്പോൾ നമ്മളിൽ ഓൾറെഡി ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് ലൊക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തുള്ള ആർക്കെങ്കിലും ഈ സാധനം വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുത്തിരിക്കുക. അപ്പം വേറെ ഉള്ളവർക്ക് ഷിപ്പിംഗ് ആണെങ്കിൽ ഞാൻ അതിൻ്റെ നമ്പർ, വേറെ പയ്യനാണ് ഇതിൻ്റെ ഡീലറിനെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഹലോ ബ്രോ. അപ്പോൾ ഇതാണ് നമ്മളെ എക്സ്ട്രീ കിറ്റ് അല്ലേ? ഇപ്പം ഡ്യൂക്ക് 250, 390 ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ സ്റ്റോർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒരു 2000 രൂപയ്ക്ക് കിട്ടിയ സാധനം. അന്ന് എൻ്റെ കൂപ്പൺ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് 1800 കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഓഫർ ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പോൾ 2000 രൂപയാണ് ഈ കിറ്റിന്. അപ്പോൾ അവ ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വന്നപ്പം ആ കിറ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ കുറേ ഡൗട്ടുണ്ട്, കാരണം ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ തിക്നെസ് ഒക്കെ എന്തെങ്കിലും വ്യത്യാസം കാണുന്നു. അപ്പോൾ തിക്നെസ് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം തിക്നെസ് തന്നെ ഉണ്ട്. ഇത് എത്ര വരെയോടാ തിക്നെസ് ക്വാളിറ്റി? ഇത് ഏകദേശം 20 mm ആ തിക്നെസ് വരും. പിന്നെ ഇതിൻ്റെ ഈ ലോക്കൊക്കെ ഉണ്ട്. കുറേ പിള്ളേരെ കൊടുക്കുന്ന കിറ്റിൽ ഈ പോർഷനേ ഇല്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സാധനത്തിൽ ഈ ലോക്കും ഈ ലോക്ക് കാരണം പിന്നെ ഇവിടെ ഒരു ലോക്ക്, പിന്നെ ഈ 3 ലോക്കുണ്ട്. അല്ലെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് വേണമെങ്കിൽ നിങ്ങൾ 3mm ടേപ്പ് ഒട്ടിച്ച് വെക്കാം ഇവിടെ. അപ്പോൾ ഇതാണ് സംഭവം. അതെ ബ്രോ. ഓക്കെ. അപ്പോൾ ഇതേപോലെ ഇതിൽ വേറെ ഏതൊക്കെ കിറ്റുണ്ട്? വേറെ നമ്മുടെ അടുത്ത് എല്ലാ ഫൈബറിൻ്റെ പ്രോഡക്റ്റ്സും ഉണ്ട്. ഇപ്പോഴാണ് പതുക്കെ പേജ് തുടങ്ങിയ. അതിന് വേണ്ടിയാണ് പതുക്കെ ഇത് നമ്മൾ ഏകദേശം ഒരു 10-15 കിറ്റ് സെയിൽ ചെയ്തല്ലേ? അതെ. ഇതുവരെ ഒരു 15-20 കിറ്റ് വരെ സെയിൽ ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത നമ്മൾ പേഴ്സണലായിട്ട് കണ്ട ഫൈബറിൻ്റെ ക്വാളിറ്റിയാണ് ഗൈസ് അപ്പോൾ ഇങ്ങനെ അടിച്ച് ചപ്പിച്ച് കാണിച്ചു തന്നത്. തടി ചപ്പി എന്ത് ബ്രോ? ഓക്കെ. സാധനം നീറ്റാണ്, ക്വാളിറ്റി ഉണ്ടെന്ന് ഇപ്പോൾ തന്നെ അവ അടിച്ച് കാണിച്ചു തന്നതാണ്. അപ്പം ഇതിൽ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോർമലി നമുക്കിപ്പോൾ എല്ലാ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതിനെക്കാട്ടിയും റേറ്റ് കുറച്ചാണ് ഇവ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഒരു 3000-4000 റുപ്പീസൊക്കെ സെയിൽ ചെയ്യുന്ന സാധനം ഒറ്റയടിക്കാണ് നമ്മൾ 2000-ന് താഴെ കൊണ്ടുവന്നത്. അപ്പം അതിൻ്റെ ഒരു ഇത് ഇവന് കുറേ പേരെ നിന്ന് വഴക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും പയ്യൻ ആ റേറ്റിന് തന്നെ സെയിൽ ചെയ്യാണ്. ഇപ്പം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഓഫറിന് വീണ്ടും ഇതിനെക്കാട്ടി റേറ്റ് കുറച്ചിടാൻ നോക്കിയാണ്. അപ്പോൾ ഈ ഫൈബറിൻ്റെയൊക്കെ റേറ്റ് ഇത്രയാണ് ഗൈസ്. അപ്പം ഇത് കുറേ ഷോപ്പുകാർ ചുമ്മാ ആവശ്യമുള്ള റേറ്റ് കൂട്ടി അങ്ങനെ സെയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം ഈ 2000 രൂപയുടെ ക്വാളിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ അടിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ക്വാളിറ്റി മനസ്സിലായി കാണും. അത്യാവശ്യം ഞാൻ വിചാരിച്ചതിനായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ വിചാരിച്ചു ഈ റേറ്റിനൊക്കെ ആണെങ്കിൽ ഇത്രയും ക്വാളിറ്റി പോലും വരില്ലെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചതിനെക്കാട്ടി ക്വാളിറ്റി ഉണ്ട് ഇതിന്. കാരണം നല്ല തിക്നെസ്സും ഉണ്ട്, അത്യാവശ്യം ഓക്കെയാണ്. അപ്പം എടാ ഇതിൻ്റെ വേറെ കിറ്റൊക്കെ ഏതൊക്കെ വരും നിങ്ങളിൽ? ഇപ്പോൾ നമ്മളുടെ അടുത്ത് RCയുടെ ഏതൊക്കെ വരും? RCയുടെ ഫുൾ കിറ്റ് ഉണ്ട്. പിന്നെ അതല്ലാതെ ജിക്സറിൻ്റെ എല്ലാ ഫൈബറിൻ്റെ പ്രോഡക്ട്സും ഉണ്ട്. എല്ലാം കംപ്ലീറ്റ് സെറ്റായിട്ട്. ഫൈബർ പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടോ? അതല്ലാത്ത ആക്സസറീസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആക്സസറീസ് ബെസ്റ്റ് റേറ്റിൽ ചെയ്തതാണ്. എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ആക്സസറീസൊക്കെ നമുക്ക് ബെസ്റ്റ് റേറ്റിൽ സെറ്റാക്കാൻ പറ്റും. ബെസ്റ്റ് റേറ്റിൽ സെറ്റാക്കാൻ പറ്റും? ബെസ്റ്റ് ആരും കൊടുക്കാത്ത റേറ്റിൽ നമ്മൾ സെറ്റാക്കാൻ പറ്റും. 100%, 200% നമുക്ക് സെറ്റാക്കാൻ പറ്റും. വിത്ത് സെയിം ക്വാളിറ്റി. എല്ലാവരും മേടിക്കുന്ന സ്ഥലത്താണ് ഞാൻ മേടിക്കുന്നത്. പക്ഷേ ആ റേറ്റിന് കാട്ടിൽ നല്ല താറ്റ് കൊടുക്കാം. അതാണ് നമ്മുടെ നോക്കിയത്. ഇപ്പോൾ ഒരു ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് അതെ, അതാണ് പരിപാടി. സെയിൽസ് കൂട്ടാനുള്ള പരിപാടിയാണ്. ഇതാണ് പരിപാടി. ഇത് ലാസ്റ്റ് വരെയ്ക്ക് ഇരിക്കും, റേറ്റ് ഒന്നും കൂടത്തില്ല. ഇതാണ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് പുതിയ പ്രോഡക്റ്റ് ഏതൊക്കെ വരുന്നുണ്ട്? ഇനി നമുക്ക് RCൻ്റെ കിറ്റ്. അതല്ലാത്ത V2-ൽ
അറൗണ്ട് എം പോലത്തെ ഒരു ടെയിൽ ഉള്ളവരുണ്ട്. വരുന്നുണ്ട്. അത് നല്ല റേറ്റിലും പിന്നെ ലുക്ക് അടിപൊളിയായിട്ടായിരിക്കും. ഇപ്പോൾ നോർമൽ R6 ടൈൽ ഉണ്ടല്ലോ, അതിന് കാട്ടിലും നല്ല ഭംഗിയുള്ള ടൈലും ഉണ്ട്. വലിയ അങ്ങനെ ഇല്ല, നല്ല ഷേപ്പിലുള്ള ഇങ്ങനെ വലിയ ഷേപ്പിൽ കൊണ്ട് നല്ല ചെറിയ സംഭവം സെറ്റായിട്ടുള്ള സാധനമുണ്ട്. ഓട്ടോലോഗ് മോഡലാണ്. ഓട്ടോലോഗ് അല്ലാത്ത നമുക്ക് നല്ല രീതിയിൽ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വർക്കിംഗ് ആണ്, നമ്മളുടെ വണ്ടിയിൽ വെച്ചാണ് ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ ഗൈസ്, ഇവനാണ് എനിക്ക് അന്ന് മറ്റേ SCയുടെ എക്സോസ്റ്റ് റേറ്റ് കുറച്ചെടുത്തു തന്ന പയ്യനാണ്. അപ്പോൾ ഇവൻ്റെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവൻ ഒറ്റയ്ക്ക് നടത്തുന്ന സംഭവമാണ്. ഇവൻ ഷോപ്പ് അങ്ങനെയൊന്നുമല്ല, ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന സാധനങ്ങൾ ഇവൻ അവിടെ ചെന്നൈയിൽ ഫുൾ കറങ്ങി കിടന്നിട്ട് സാധനമൊക്കെ ഒപ്പിച്ച് തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നീ ഇവിടെ വർക്കല വന്നതല്ലേ? വർക്കല വന്നപ്പോൾ അവ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ സ്റ്റോക്ക് സ്പെയർസ് ഒക്കെ ഉണ്ട് ബ്രോ, എല്ലാം ഉണ്ട്, എല്ലാം സ്റ്റോക്ക് സ്പെയർ. ഇപ്പോൾ KTM നിങ്ങൾ ഷോറൂമിൽ കിട്ടാത്ത സാധനം ഞാൻ സെറ്റാക്കി തരാം. എല്ലാം സെറ്റാക്കി തരാം. പിന്നെ ഹോൾഡറൊക്കെ ചീപ്പായിട്ട് തന്നെ തരാം. ഹാൻഡിൽ ഹോൾഡർ പിന്നെ ഹാൻഡിലൊക്കെ ഷോറൂമിൽ കാട്ടി ബെസ്റ്റ് റേറ്റിൽ കൊടുക്കാം. ഇതാണ് പരിപാടി. അപ്പോൾ ഗൈസ്, മറ്റേ ഹൈഡ്രോളിക്കിൻ്റെ ആ ക്യാൻ ഉണ്ടല്ലോ, ആ ക്യാന് നിങ്ങൾക്ക് കൊറിയർ, അതായത് ഇപ്പം ട്രിവാൻഡ്രത്തിനകത്തുള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ക്യാന് തരാം. നമുക്കൊരു 500 റുപ്പീസിന് സാധനം ഒതുക്കാം. ഇവന് അത് അയച്ചു തരണമെങ്കിൽ 550 ആ റേഞ്ചിന് ഇവ അവിടെ നിന്ന് നിങ്ങൾക്ക് ഷിപ്പ് ചെയ്ത് തരും. വാങ്ങണൊരു ബൾക്കായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പിംഗ് എങ്കിലും ലാഭിക്കാം. ഇപ്പോൾ ഇവിടെ 10 പീസുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വരിക. ഞാൻ എൻ്റെ നമ്പർ കൊടുത്തേക്കാം, ഇവൻ്റെ നമ്പറും കൂടെ കൊടുത്തേക്കാം. അപ്പം എന്തെങ്കിലും സ്പെയർസിന് ആവശ്യമുണ്ടെങ്കിൽ ഇവനെ തന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് സാധനം കിട്ടും. അടുത്ത് നമുക്കിനി വേറെ എന്ത് കൊണ്ടുവരാൻ പറ്റും പുതിയതായിട്ട്? നമുക്ക് യാരുടെ അടുത്ത് ഇല്ലാതെ കിറ്റ് കമ്പൽസറി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഫസ്റ്റ് നമ്മളാണ് ഇറക്കാൻ പോകുന്നത് തന്നെ. ഇപ്പോൾ V2 സ്പെഷ്യലായിട്ട് പറഞ്ഞ ടെയിലും പിന്നെ ഫാരിങ് ഒക്കെ നമ്മളാണ് സെറ്റാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ കിറ്റൊക്കെ അന്ന് തന്നെ ഉണ്ടാക്കി, പിന്നെ മാർക്കറ്റിൽ വരാൻ വേണ്ടി ഇത്ര സമയം എടുത്ത്. കാരണം നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റിയിൽ ബെസ്റ്റ് ഫിനിഷിങ് കൊടുക്കണം, അതിനുവേണ്ടിയാണ് ഇത്ര സമയം എടുത്തത്. അപ്പോൾ സാധനം നല്ല ക്വാളിറ്റി ഉണ്ടോ? ഞാൻ വിചാരിച്ച നല്ല ക്വാളിറ്റി ഉണ്ട്, കറക്റ്റ് ഫിറ്റും ആണ്. ചില കിറ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രൊജക്ഷൻ പോലെയാണ്, കറക്റ്റ് ഫിറ്റ് ആകത്തില്ല. അതെ, നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്ര വലിയ ഗ്യാപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഡയറക്റ്റ് ഫിറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാം പേഴ്സണലായിട്ട്, കിറ്റിൻ്റെ ഫിറ്റിംഗ് ഒക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പം വീണ്ടും നമ്മൾ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കിറ്റ് മറ്റേ ആ എമൗണ്ട് കിട്ടാൻ വല്ല വഴിയുണ്ടോ? അതായത് എൻ്റെ കോഡ് യൂസ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ? നമുക്ക് ഓർഡർ അനുസരിച്ച് സെറ്റാക്കാൻ പറ്റും, അത് ചെയ്യുന്നില്ല തന്നെ. പറഞ്ഞാൽ 1800 സെറ്റാക്കാം. ഷിപ്പിംഗ് അഡീഷണൽ ആവും ഏതായാലും, കാരണം സ്ഥലം അനുസരിച്ച്. കാരണം നല്ലപോലെ പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിറ്റ് സേഫ് ആയിട്ട് വരണല്ലേ, അപ്പോൾ അതിന് വേണ്ടി നല്ലപോലെ പാക്ക് ചെയ്ത് നമുക്ക് ഷിപ്പിംഗ് നടക്കുമല്ലോ. കിറ്റിൻ്റെ അടുത്ത് വരും ഗൈസ്. അവൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 250, 320, 125 എല്ലാം ഷൂട്ടാവുന്ന ഓട്ടോലോഗിനെ പോലത്തെ സെയിം കിറ്റ്. അപ്പം ആ കിറ്റ് അവനാണെങ്കിൽ ആ ക്വാളിറ്റി എല്ലാം ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവ 2000 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് നോർമലി. അപ്പം പ്ലസ് ഷിപ്പിംഗ് വരും. പക്ഷേ നമ്മളെ MEC 46 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു 1800 ഈ സാധനം കിട്ടും. ക്വാളിറ്റി നിങ്ങൾ തന്നെ കണ്ടുകൊണ്ട് അവിടെ അടിച്ച് പൊട്ടിച്ച് കാണിച്ചു തന്നു. പക്ഷേ ഈ സാധനത്തിന് ഒരു ഷേക്കും വന്നിട്ടില്ല. ക്വാളിറ്റി പറയാൻ വയ്യ, സെറ്റ് സാധനം, ക്വാളിറ്റി സാധനമാണ്. എടാ, അതിൻ്റെ സീറ്റ് കവർ നിൻ്റെ ഇനി വരുമോ? ബ്രോ ഡ്യൂക്കിൻ്റെ ഇല്ല, അത് ഇപ്പോഴേക്ക് ഉണ്ടാക്കില്ല ബ്രോ. വേണമെങ്കിൽ സെറ്റാക്കി തരാം, അത് ചെയ്യുന്നില്ല. അതും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. 1 വീക്കിൽ സെറ്റാക്കി തരാം. നോർമൽ നമ്മുടെ പോലത്തെ സെയിം സീറ്റ് കിട്ടുമോ? അത് പ്ലാസ്റ്റിക്കിൽ ഉണ്ട്, ഇനി ഫൈബർ നമുക്ക് സെറ്റാക്കാം, ചെയ്യുന്നില്ല. ഓക്കെ. പിന്നെ ഈ 250യുടെ മഡ് ഗാർഡ്, 380യുടെ മഡ് ഗാർഡ് അതൊക്കെ കിട്ടും? അതുകൊണ്ട് ബ്രോ, പക്ഷേ ഇപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. എല്ലാം നല്ല സെയിലായില്ലേ സാധനങ്ങൾ? കാരണം ഇപ്പോൾ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് പിന്നെ കുറേ പിള്ളേർ അതിന് ഡിമാൻഡ് ആയിപ്പോയി, അതിന് വേണ്ടിയാണ്. ഈ കസ്റ്റമറുടെ ഹാൻഡിൽ നിൻ്റെ കിട്ടാൻ വഴിയുണ്ടോ? നമ്മളിത് ഒരിക്കൽ ഒരു 15 പീസ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ഹാൻഡിലിന് കിട്ടും? ഇനി കിട്ടുകയാണെങ്കിൽ ഞാൻ മേടിച്ച് തരാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് മേടിച്ച് തന്നെങ്കിൽ നമുക്ക് നല്ലപോലെ ഇത് കിട്ടും. സ്വിച്ച് കാണിച്ചാൽ ഇത് പയ്യൻ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് കൊണ്ടുവന്ന സ്വിച്ചാണ്, സ്വിച്ച് സെറ്റ്. അപ്പം ഇത് നമ്മളിൽ ഈ സ്വിച്ച് മാറ്റിയിട്ട് അതിന് പകരം ഇത് വയ്ക്കാൻ പോവുകയാണ്. ഇത് എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തുള്ളൂ. ഇപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞൊക്കെ സെറ്റ് ചെയ്തുള്ളൂ. സർജറി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് വെച്ച് നമുക്ക് വണ്ടി ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അതുവരെ ഞാൻ ഇപ്പോൾ പണി നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ കോപ്സിൻ്റെ സീനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനിടയിൽ ഇനി പണി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ഡേഷൻ കാണിക്കാതിരുന്നാലും ശരിയാകത്തില്ല. അതുകൊണ്ട് ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കി കാണിക്കാം. എക്സോസ്റ്റൊക്കെ മേളിൽ ഊരി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും വലുതായിട്ടൊന്നും പണി ഇപ്പോൾ ചെയ്യുന്നില്ല. എനിക്കിനി RSൻ്റെ അണ്ടർബെല്ലി വരാനുണ്ട്. RSൻ്റെ അണ്ടർബെല്ലി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിയിൽ സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ ജിക്സറിൻ്റെ മീറ്റർ അല്ലെങ്കിൽ V2ൻ്റെ മീറ്ററൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് പണി തിറക്കണമെന്നൊക്കെ. പക്ഷേ എന്ത് ചെയ്യാൻ, അവസ്ഥ ഇതായിപ്പോയി. അപ്പം സർജറിക്ക് മുമ്പ് തന്നെ
റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം പോകാൻ. കാരണം വെച്ചാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ റൂം ഫുൾ പൊടിയൊക്കെ ആയിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യണം. ഇതെല്ലാം പണിയാനുണ്ട്. എന്താവുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. നീ ഇനി നേരെ എവിടെ പോകുന്നത്? ഇനി നാട്ടിൽ പോകണം. അപ്പം വണ്ടി എവിടെ കൊണ്ടുപോയി? വണ്ടി മാമിയുടെ വീട്ടിൽ വെച്ചിട്ട് പിന്നെ 6 മണിയാകുമ്പോൾ ട്രെയിൻ പിടിച്ച് പോകണം. 6 മണിക്കാണ്. ഓക്കെ ഓക്കെ. നിൻ്റെ നാട് ഇവിടെയാണോ അതോ ചെന്നൈയാണ്? ഇത് റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ പുള്ളി ചെന്നൈക്കായി. തമിഴാണ്, പക്ഷെ മലയാളം തപ്പി പറയുന്നുണ്ട്. ഇതാണ് ഗൈസ്. അപ്പം ക്യാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ക്യാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. ഇവൻ്റെ കോൺടാക്ട് നമ്പേഴ്സും കാര്യങ്ങളും ഞാൻ താഴെ തന്നെ കൊടുത്തിരിക്കാം. കിറ്റുകളെല്ലാം അതും നിങ്ങൾക്ക് കൊറിയർ സർവീസ് ഇൻക്ലൂഡ് ചെയ്യാൻ ചെയ്തു തരും. ഇത് ഇപ്പം ഇവിടെ 10 പീസ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ട്രിവാൻഡ്രത്ത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ഞാൻ MEG46 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം. ഈ സാധനം വന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് പോകാം. ഇതിൻ്റെ കൂടെ ട്യൂബ്, 2 ക്ലിപ്പ്, പിന്നെ അത് ടൈറ്റ് ചെയ്യേണ്ട ക്ലാമ്പും എല്ലാം ഉണ്ട്. സെറ്റ് സാധനമാണ്. ഞാൻ മുമ്പ് ട്രെയിനിൽ ആ സൈഡിൽ വെച്ചിട്ട് മിക്കവരും കണ്ടിട്ടുള്ളതാണ്. അപ്പം ഈ സാധനം ഇപ്പം ഞാൻ ജസ്റ്റ് അതിൽ വയ്ക്കാൻ വേണ്ടി ഇതിൽ ഊരി അതിൽ വെച്ചതേ ഉള്ളൂ. ഇത് പിന്നെ ഇതിൽ വീണ്ടും വയ്ക്കും. ഒരു ക്യാൻ ഇതിലത്തേക്കാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ കുറച്ച് ലെന്തായെന്ന് എനിക്കറിയാം. വലിയ ലെന്തൊന്നുമല്ല, എന്നാലും ലെന്തുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. അപ്പം ഇവൻ്റെ നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇവനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. സാധനങ്ങൾ നിങ്ങൾ പറയുന്ന സാധനങ്ങളെല്ലാം ഇവൻ വളരെ ചീപ്പായ എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. ഓക്കെ, ബൈ.